കേരളത്തിലെ കാർഷിക മേഖല നേരിടുന്ന ഗുരുതരമായ ഒട്ടേറെ വിഷയങ്ങളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ യാതൊരു നിർദ്ദേശങ്ങളും പ്രഖ്യാപിക്കാതെ കാർഷിക മേഖലയെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള ബജറ്റാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി അഭിപ്രായപ്പെട്ടു. അധികാരത്തിൽ വന്നാൽ 1 കിലോ റബ്ബറിന് 250 രൂപ നിരക്കിൽ സംഭരിക്കുമെന്നുള്ള പ്രകടന പത്രികയിലെ പ്രഖ്യാപനം നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും LDF സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് എന്ന നിലയിൽ ഇത്തവണയുമില്ല. നെല്ല് സംഭരണത്തെക്കുറിച്ചും മറ്റ് കാർഷിക വിളകളുടെ വിലയിടിവ് പരിഹരിക്കുന്നത് സംബന്ധിച്ചും ഒന്നും ബജറ്റിൽ പറയുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഷിക മേഖലയെ സഹായിക്കുവാനുള്ള ഒരു പദ്ധതിയും പ്രഖ്യാപിക്കാതെ ഭൂനികുതി വർദ്ധിപ്പിക്കുന്നത് കർഷകരോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി കുട്ടനാട് പാക്കേജുകൾക്ക് 1 രൂപയും നീക്കിവെച്ചിട്ടില്ല. മധ്യ കേരളത്തെ പാടെ ബജറ്റിൽ അവഗണിച്ചിരിക്കുകയാണ്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ യാതൊരു നിർദ്ദേശവുമില്ല. ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട ജീവനരക്ഷാ മരുന്നുകളടക്കം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ നിലനിൽക്കുന്ന അതിരൂക്ഷമായ മരുന്നുക്ഷാമം പരിഹരിക്കാൻ ഒരു നിർദ്ദേശവും ബജറ്റിൽ ഉണ്ടായിട്ടില്ലെന്നും ഫ്രാൻസിസ് ജോർജ് എം പി ചൂണ്ടിക്കാട്ടി. കാർബൺ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വൈദ്യുതി വാഹനങ്ങൾക്ക് നൽകിയിരുന്ന വാഹന നികുതി ഇളവ് എടുത്തു കളയുന്നതിന്റെ തുടക്കമാണ് ഇപ്പോഴത്തെ നികുതി വർധനവ്. അധികാരത്തിൽ വന്നാൽ എല്ലാ വർഷവും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നുള്ള വാഗ്ദാനവും ജലരേഖയായി മാറി. വിവിധ ക്ഷേമനിധികളിൽ നിന്നും സർക്കാർ കടമെടുത്തത് തിരിച്ചു നൽകാത്തത് മൂലം ക്ഷേമനിധി ബോർഡുകൾ നൽകി വന്നിരുന്ന പെൻഷനുകൾ 2 വർഷത്തിലേറെയായി മുടങ്ങിയിരിക്കുകയാണ്. കടം വാങ്ങിയ തുക തിരികെ കൊടുക്കുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനവും ബജറ്റിൽ ഇല്ലെന്നും ഫ്രാൻസിസ് ജോർജ് എം പി പറഞ്ഞു.